ജോസ് പ്രകാശ് സാറിനോടൊപ്പം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു അഭിനേതാവ്. അങ്ങനെയും ഇങ്ങനെയൊന്നും നമ്മുടെ മലയാളം ടെലിവിഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറില്ല. ഞങ്ങൾ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളെ പരിഗണിക്കുകയും അതിൽ ഞാൻ വരണം, അതെൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്ത ഒരാൾ. ഇന്ന് അദ്ദേഹത്തെ ഷൂട്ടിങ്ങിന് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം നർമ്മത്തിൽ ചാലിച്ചൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പഴയ രവികുമാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുതിയ രവികുമാർ വന്നിട്ടില്ലല്ലോ, എന്നാലും ഞാൻ പഴയ രവികുമാർ എന്ന് നർമ്മത്തിൽ പറഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട രവികുമാർ സാർ. സാർ സ്വാഗതം നമ്മുടെ ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക്. ജോസ് പ്രകാശ് സാറിനെ രവികുമാർ സാർ ആദ്യമായിട്ടൊരു കണ്ട ഓർമ്മകളുണ്ടോ? ഉണ്ട്. ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അമ്മ എന്ന് പറഞ്ഞൊരു സിനിമയിൽ KP കൊട്ടാരക്കര M കൃഷ്ണനായർ ഡയറക്റ്റ് ചെയ്ത അമ്മ. അതിലുണ്ട് അച്ഛനായിട്ട് പപ്പയും ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ പപ്പയും, അമ്മയായിട്ട് ശ്രീവിദ്യ, വളത്തമ്മയായിട്ട് KR വിജയും, വളത്തച്ഛനായിട്ട് മധുചേട്ടനും. അത് 1974 അന്ന് മുതൽ ഞാൻ പപ്പ എന്നാണ് വിളിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സുള്ള ആർട്ടിസ്റ്റായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന് ഫീൽഡ് അതായിരുന്നു അന്ന്. വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുള്ളൂ. അവരൊക്കെ ഞങ്ങളെ വാടാ പോടാന്നാണ് വിളിക്കുള്ളൂ. അത് ആ വാത്സല്യം കൊണ്ട് വിളിക്കണതാണ്. ഇന്ന് വിളിക്കാൻ നോക്കില്ലേ അറിയാം. ഇന്ന് ഹീറോനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ചെറുതാണെങ്കിലും വേണേ വിളിച്ചാൽ മതി. അത് എടാ രവി എന്നൊക്കെ ആരെയുള്ള ശരി. പക്ഷേ നസീർക്ക് അങ്ങനെ വിളിക്കില്ല, എസ് എന്നാണ് വിളിക്കുള്ളൂ അദ്ദേഹം. ഇവർക്ക് വാത്സല്യം എൻ്റെ അച്ഛൻ്റെ വയസ്സ് ഉണ്ട്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് രാജൻ. ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് വന്ന് കഴിഞ്ഞ് വലിയ ആർട്ടിസ്റ്റായി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് രാജൻ പറഞ്ഞാൽ എനിക്കറിയോ. നടക്കാൻ പോകുമ്പോൾ പഴയ ആർട്ടിസ്റ്റാണെന്ന് മുമ്പ് ഏത് കടയിൽ ചായ കുടിച്ച് ആ കടയിൽ കയറി ചായ കുടിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നോ നിങ്ങൾക്ക് അറിയാമല്ലോ? എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കണ്ടെന്ന് ഞാൻ പഴയ കാലത്തിലോട്ട് പോയി. ഇതൊക്കെ കാണുമ്പോൾ ഒരു 70 പോയി. ഞാൻ വന്ന പീരീഡാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായിരുന്നു. ഇവിടെ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ നിർമ്മിച്ച ഉല്ലാസയാത്ര. അതിൽ പപ്പ ജോസ് പ്രകാശ് ഏട്ടൻ ശീലാമ്യമായിരുന്നു പേര്. അതിനകത്ത് രവിയേട്ടൻ സിനിമ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ 19 വയസ്സിലല്ലേ അത്? 19 വയസ്സ്. 19ാമത്തെ വയസ്സിൽ നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. എന്നെ ആക്കിയതാ എൻ്റെ അച്ഛൻ. ഉല്ലാസയാത്ര രവികുമാർ ഫിലിംസ്. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയണെങ്കിൽ, മരിച്ചുപോയ ജയൻ അദ്ദേഹം അതിനു മുമ്പ് ശാപമോക്ഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്ത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ പപ്പ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ രാജൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ വരാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ രാജനാണ് വിളിച്ചുകൊണ്ട് BTH എന്നിട്ട് ആ പടത്തിൽ ഉല്ലാസയാത്രയിൽ അച്ഛൻ ഉടനായിട്ട് മെയിൻ വില്ലനായിട്ട് ജയനെ, കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയനെ, അത് പഴയ ആൾക്കാർക്ക് അറിയാം. ഓ